ബിലാൽ റളിയല്ലാഹു അൻഹു വിവാഹാലോചന നടത്തി. ഒരു കുടുംബത്തിലെ ബനൂ ബക്കർ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ വിവാഹാലോചന നടത്തി ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. അപ്പൊ ആ പെൺകുട്ടിയുടെ സഹോദരന്മാര് പറഞ്ഞു, അത് ശരിയാകൂല. ആരാണ് ബിലാൽ റളിയല്ലാഹു അൻഹു? എത്ര വലിയ മഹത്വമുള്ള മഹാനാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ട് പറഞ്ഞു, നബിയേ, ഞാൻ ഈ ബനൂ ബക്കർ ഗോത്രത്തിൽ നിന്ന് ഒരു വിവാഹാലോചന നടത്തിയിട്ട് ഫമനഊനി, അവരെന്നെ തടഞ്ഞു, വഅദൂനി, അവരെന്നെ ശല്യപ്പെടുത്തി. അത് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ദേഷ്യം പിടിച്ചു. അവർക്ക് ആ വിവരം കിട്ടി. അവര് നേരെ സഹോദരിയെ സമീപിച്ചിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബ് ഞങ്ങളോട് ദേഷ്യപ്പെടരുത്. അപ്പൊ ആ പെൺകുട്ടി പറഞ്ഞു, അംരി ബിയദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ തീരുമാനം അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലാണ്. നബി തങ്ങൾ എന്നോട് കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ എനിക്ക് വേറൊരു തടസ്സവുമില്ല. റെഡിയാ, ഞാൻ സ്വീകരിക്കാൻ റെഡിയാണ്. ഉടനെ സ്വീകരിച്ചു. ബിലാൽ റളിയല്ലാഹു അൻഹു സ്വീകരിച്ചു ആ പെൺകുട്ടി. രണ്ടും ചേർത്തി വെച്ച് നോക്കുമ്പോൾ രാവും പകലും തമ്മിലുള്ള മാറ്റമുണ്ട്. പക്ഷെ അതല്ല അവിടെ നോക്കിയത്. അവിടെ നോക്കിയത് ഒന്നു മാത്രമാണ്, തഖ്വ മാത്രമാണ്. ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു രാത്രി ഇങ്ങനെ സഞ്ചരിക്കുമ്പോ ഒരു വീട്ടിൽ നിന്ന് മഹാനവറുകളുടെ ചരിത്രം രേഖപ്പെടുത്തിയ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ കാണാം. ഒരു വീട്ടിൽ നിന്ന് സംസാരം. ഉമ്മ മകളോട് പറയാണ്, മോളെ കിടക്കാൻ നേരായില്ലേ, ആ പാലില് കുറച്ച് വെള്ളം ഒഴിച്ചു വെക്കണം. രാവിലെ ആകുമ്പോ രാവിലെ ഒഴിച്ച വെള്ളമാണ് തിരിയരുത്. ഇപ്പൊ ഒഴിച്ചു വെച്ചാൽ കുറച്ചുകൂടി ഒക്കെ ഒന്ന് ചേർന്ന് ഏകദേശം ഒരു പാല് മോഡലായി മാറുമല്ലോ. നാളെ കൊടുക്കുമ്പോ കുറച്ചുകൂടി കനണ്ടാകും, കുറച്ചുകൂടി വലുപ്പം കൂടും. പാലില് വെള്ളം ഒഴിച്ചു വെക്കാൻ പാടില്ലല്ലോ. അവനാ കുടിക്കുന്ന പാൽ എത്രയും വെള്ളം ഒഴിച്ചോളൂ, ഒരു കുഴപ്പമില്ല. ചായ കാച്ചുന്ന പാല് വെച്ചോളൂ. പുറത്തേക്ക് വിൽക്കുന്നതിൽ പാലായിട്ട് തന്നെ കൊടുക്കണം. അതാണ് കൃത്രിമല്ലാത്ത കൊടുത്തത്. അങ്ങനെ പറഞ്ഞപ്പോ മകള് പറഞ്ഞു, ഉമ്മ, ഇത് ഉമർ റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന കാലല്ലേ, നമ്മൾ അങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പൊ ഉമ്മ പറഞ്ഞു, മോളെ നേരെത്രയും വൈകിയില്ലേ, കുറച്ച് വെള്ളം ഒഴിച്ച്. മകള് പറഞ്ഞു, ഉമ്മ, നമ്മൾ പരസ്യമായി ഖലീഫയെ അനുസരിക്കുകയും രഹസ്യമായി ഖലീഫക്ക് എതിര് ചെയ്യുകയും ചെയ്താൽ അതെങ്ങനെ ശരിയാകാനാണ് ഉമ്മ? പരസ്യമായി നമ്മളൊക്കെ ഖലീഫ നമ്മുടെ ഖലീഫ എന്ന് പറഞ്ഞ് നമ്മൾ അനുസരിക്കുന്നു, സ്വകാര്യതയിൽ നമ്മൾ ഖലീഫയെ എതിർക്കുന്നു. ഇത് ശരിയാകുമോ? ആ ചോദ്യം കേട്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു കൂടെയുള്ള അസ്ലമിനോട് പറഞ്ഞു, അസ്ലം റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, ആ വീടൊന്ന് കണ്ടുവെക്കണം, അടയാളം വെക്കണമെന്ന് പറഞ്ഞു. സംസാരം അവിടെ കഴിഞ്ഞു. പിന്നെ ഉമ്മാന്റെ ജവാബൊന്നുമില്ല. മകളുടെ ആത്മീയതയിൽ ചാലിച്ച മറുപടി കിട്ടിയപ്പോ ഉമ്മയും അതിനനുസരിച്ച് ഒതുങ്ങിപ്പോയി. ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു വന്നു. പിറ്റേന്ന് കൂടെ വന്നിരുന്ന അസ്ലം റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, മോനെ അസ്ലമേ, ആ വീട്ടുകാരെ പറ്റി ഒന്ന് അന്വേഷിച്ചു വരണം. ആരൊക്കെയാണ് ആ വീട്ടിലുള്ളത്? അസ്ലം പോയി അന്വേഷിച്ചിട്ട് പറഞ്ഞു, ആ വീട്ടിൽ രണ്ടാളേ ഉള്ളൂ, ഒരു ഉമ്മയും ഒരു മോളും മാത്രമേ ഉള്ളൂ. ബാപ്പല്ല, ബാപ്പൊക്കെ മരിച്ചു പോയിട്ടു. ആ കുട്ടിയെ കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഇല്ല. ഉമർ റളിയല്ലാഹു അൻഹു നേരെ ചെന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, അബ്ദുറഹ്മാനെ, നല്ലൊരു പെൺകുട്ടിയുണ്ട്, നല്ല തഖ്വയുള്ള പെൺകുട്ടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ വിവാഹം ചെയ്യാം. അങ്ങനെ തഖ്വയുള്ളൊരു പെൺകുട്ടിയെ ഞാൻ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല. അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലീ സൗജ, എനിക്കൊരു ഭാര്യയുണ്ടല്ലോ, ഞാനിപ്പോൾ മറ്റൊന്നും ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ അടുത്ത സ്വഹാബിയുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറ്റൊരു മകൻ അബ്ദുല്ലാഹി ബിൻ അബീ ബക്കർ റളിയല്ലാഹു അൻഹു. ആ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, മോനെ അബ്ദുല്ലാ, സ്വന്തം മകനല്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മകനാണ്. ഒരു സ്വാലിഹത്തായ പെൺകുട്ടിയുണ്ട്, നല്ല ഈമാനുള്ള ഒരു പെൺകുട്ടിയുണ്ട്, നിനക്ക് വേണമെങ്കിൽ കല്യാണം കഴിക്കാം. ഉടനെ മഹാനും പറഞ്ഞു, ലീ സൗജ, എനിക്കൊരു ഭാര്യയുണ്ടല്ലോ, ഇപ്പൊ ഞാൻ മറ്റൊന്നും ഉദ്ദേശിക്കുന്നില്ല, എനിക്കത് തന്നെ മതി. പിന്നെയാണ് മകൻ ആസിമിനെ വിളിച്ചിട്ട് പറയുന്നത്, മോനെ ആസിമേ, നീ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, നിന്റെ ബാപ്പയായി എനിക്കിപ്പൊ വിവാഹത്തിൽ വല്ല താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ
ഇവിടെ ഒരു കുട്ടിയെയും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കൂല, ആ പെൺകുട്ടിയെ ഞാൻ സെലക്ട് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് നീ ആ കുട്ടിയെ കല്യാണം കഴിക്കണം, ആ കുട്ടിയെ കണ്ടുറപ്പിച്ച് വേഗം അതിനെ നിക്കാഹ് ചെയ്യണം. അങ്ങനെ നല്ലവർ തമ്മിൽ ചേർത്ത് കൊടുത്താലേ പിന്നെ മുത്തഖീങ്ങൾ ഇങ്ങനെ അതിന്റെ പരമ്പരയിൽ ഇങ്ങനെ വരും. അങ്ങനെയാണ് നല്ലവര് തമ്മിൽ ചേരാന്ന് പറഞ്ഞാൽ അതാണ്. ഭാര്യയും ഭർത്താവ് രണ്ടുപേരും മുത്തഖീങ്ങളാണ്, നിസ്കരിക്കുന്നവരാണ്, അതേ നല്ല കാർക്കശ്യം പാലിക്കുന്നവരാണ്, തോന്നിവാസങ്ങളോട് താല്പര്യമില്ലാത്തവരാണ്, അനാവശ്യങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുന്നവരാണ്, സ്നേഹബന്ധമുള്ളവരാണ്, ഖൽബില് തഖ്വയും ഈമാനും സൂക്ഷിക്കുന്നവരാണ്, ജീവിതത്തിലും കുടുംബത്തിലും സൂക്ഷ്മത നിറച്ച് പാലിക്കുന്നവരാണ്. ആ തരത്തിലുള്ള മക്കളുണ്ടോ അവരെ സെലക്ട് ചെയ്താൽ മുത്തഖീങ്ങൾ, അല്ലാഹുവിന്റെ അടുക്കൽ ബഹുമാനമുള്ളവർ ആ പരമ്പരയിലൂടെ തായോട്ട് വരുന്നു. ആ ബന്ധത്തിൽ വന്ന, ആ ബന്ധത്തിലുണ്ടായ കുട്ടിയാണ് ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. എന്താണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഒക്കെ ഭംഗി? 2.5 വർഷം ആകെ ഭരിച്ചിട്ടുള്ളൂ. 2.5 വർഷം എന്നാ 2.5 വർഷം. 2.5 വർഷം ഭരിക്കുന്ന സമയത്ത് ചരിത്രത്തിൽ കാണാം, ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുമ്പോ കുറച്ച് ആളുകൾ നടന്നു പോകുന്നു ഇജാസിന്റെ ഒരു ഭാഗത്തുകൂടെ. അവർ കാണുന്ന കാഴ്ച അവരെ അത്ഭുതപ്പെടുത്തി. ഒരേ പ്രദേശത്ത് ഒരു ഭാഗത്ത് ആടുകൾ മെയ്യുന്നു, ആ ആടുകളെ കണ്ടുകൊണ്ട് തന്നെ മറ്റൊരു ഭാഗത്ത് ചെന്നായ്ക്കളും മെയ്യുന്നു. സൗഹൃദം പാലിക്കുന്ന ആൾക്കാരല്ല രണ്ടും. ചെന്നായനെ കണ്ടാൽ ആട് ഓടും, ആടിനെ കണ്ടാൽ ചെന്നായ പിന്നാലെ ഓടും. ഈ സൗഹൃദം കണ്ടപ്പോ ആ പോകുന്ന മഹാന്മാര് പറഞ്ഞു, ഈ നാട് ഭരിക്കുന്ന ഖലീഫ അതേ സൗഹൃദമുണ്ടാക്കി നീതി പഠിപ്പിച്ച് ആടുകൾക്കും ചെന്നായകൾക്കും ഇടയിൽ വരെ നീതി പഠിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് അവരതിലൂടെ പോകുമ്പോ കാണുന്ന രംഗം മറ്റൊന്നാണ്. നേരത്തെ കണ്ടപ്പോ ആടുകളും ചെന്നായ്ക്കളും സൗഹാർദ്ദം പാലിച്ച് അവരുടെ ഭക്ഷണം അവരിങ്ങനെ വലിച്ചെടുത്ത് പലതും തിന്നുന്നാ കണ്ടതെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞ് പോയപ്പോ ചെന്നായന്റെ പിന്നാലെ ആടും, ആടിനെ കണ്ടിട്ട് ചെന്നായനെ കണ്ടിട്ട് ആട് ഓടുകയാണ്. അപ്പൊ അവരെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ പറഞ്ഞു, അന്ന് നമ്മൾ കണ്ട നീതിയും സൗഹാർദ്ദവും സ്നേഹവും നിറച്ചുവെച്ച ഖലീഫ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല, ഉണ്ടെങ്കിൽ ഇങ്ങനെ ഓടൂല. അവരന്വേഷിച്ചു നോക്കുമ്പോ 4 ദിവസം മുമ്പാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വിട വാങ്ങിയിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇത് നമ്മളൊക്കെ അറിയാതെ പറയാറുണ്ട്, വിത്ത് ഗുണം 10 ഗുണം. എല്ലാവരും പറയാറുണ്ട്, അതങ്ങനെ തന്നെ ആകണം, അപ്പോഴേ കണ്ടിട്ട് സന്തോഷം ഉണ്ടാകുള്ളൂ, ഖുർറത്തൈനി വരുള്ളൂ. ചോദിച്ചാൽ മാത്രം പോരാ, ഹബലനാ മിൻ അസ്വാജിനാ വദുർരിയാത്തിനാ ഖുർറത അയ്യുൻ. ചോദിച്ചാൽ മാത്രം പോരാ, അതേ രൂപത്തിൽ പ്രവർത്തിക്കണം. മഹാരഥന്മാരൊക്കെ ചിന്തിച്ചത് അങ്ങനെയാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പലരും ആലോചന നടത്തിയിട്ടും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു തെരഞ്ഞെടുത്തത് വെറുതെയല്ല. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് കൂടുതൽ ഇൽമുണ്ടല്ലോ. തങ്ങൾ പറഞ്ഞില്ലേ, അഖ്ലാഖും അലി, നിങ്ങളെ കൂട്ടത്തിൽ കൂടുതൽ വിധിക്കാൻ കഴിവുള്ള ആള്, ഖലായിന് കഴിവുള്ള ആള് അലി റളിയല്ലാഹു അൻഹുവാണ്. കാര്യങ്ങൾ ഇൽമനുസരിച്ചുള്ള വലുപ്പാണ്. ഉമർ റളിയല്ലാഹുവിനോട് വന്നിട്ട് ഒരാൾ പറഞ്ഞു, ഉമർ തങ്ങളെ, എനിക്ക് ഹക്കിനോട് വല്ലാത്ത വെറുപ്പാണ്, ഞാൻ ഫിത്ന നല്ലോണം ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു. ഹക്കിനോട് എനിക്ക് വലിയ വെറുപ്പാണ്, ഫിത്ന ഞാൻ നന്നായി ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ കാണാതെ പല കാര്യങ്ങളും ഇങ്ങനെ വിശ്വസിച്ച് അതിലിങ്ങനെ ഇടങ്ങേറായി ശിപ്പായി നടക്കുന്ന ആളാണ് എന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹുവിന് വേഗം അയാളെ പിടിച്ച് അറസ്റ്റ് ചെയ്തു. അയാൾ അറസ്റ്റ് ചെയ്ത വിവരം അലി റളിയല്ലാഹുവിന്റെ എത്തി. അലി റളിയല്ലാഹുവിന് പറഞ്ഞു, ഉമർ തങ്ങളെ, അയാള് ഒരു അസത്യവും പറഞ്ഞിട്ടില്ല, അയാൾ പറഞ്ഞൊക്കെ സത്യമാണ്. ഇപ്പൊ ഉമർ റളിയല്ലാഹുവിനെ ചോദിച്ചു, അയാൾ പറഞ്ഞത് ഹക്കിനെ വെറുപ്പാണെന്നാണ് അയാൾ പറഞ്ഞത്. സത്യത്തെ വെറുക്കുന്ന ഒരാളെങ്ങനെ വെച്ചേക്കാൻ പറ്റും? ഫിത്തിനാണെങ്കിൽ അയാൾക്ക് വലിയ ഇഷ്ടവും.
അത് ഉമർ തങ്ങളെ നിങ്ങൾ ശരിക്ക് ചിന്തിക്കാഞ്ഞിട്ടാണ്. അയാളാ പറഞ്ഞത് ശരിയാണ്. കാരണം അള്ളാഹു പറഞ്ഞല്ലോ, ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന. സമ്പത്തും സന്താനങ്ങളും ഫിത്നല്ലേ? അത് രണ്ടും അയാൾക്ക് ഇഷ്ടാണെന്നാ പറഞ്ഞത്. ശരിയെന്നല്ലേ? ഫിത്ന ഇഷ്ടാണെന്ന് പറഞ്ഞാൽ അള്ളാഹു ഫിത്നയായി പഠിപ്പിച്ച രണ്ടെണ്ണമുണ്ട്. അതിലൊന്ന് സമ്പത്താണ്, മറ്റൊന്ന് സന്താനമാണ്. രണ്ടും ഇഷ്ടാന്നാ പറഞ്ഞത്. ഹക്കിനെ വെറുപ്പാണ് എന്ന് പറഞ്ഞതിന്റെ താല്പര്യം എന്താണെന്നറിയോ? അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വജാഅത്ത് സക്റത്തുൽ മൗതി ബിൽ ഹഖ്. ദാ മരണത്തിന്റെ നൊമ്പരം, സക്റാത്തുൽ മൗത്ത്, അത് വന്നിട്ടുണ്ട്. സത്യമാണ്, അത് വരുന്നുള്ളൂ, സത്യമാണ്. ആ സത്യത്തോട് വെറുപ്പാണ്. മരണത്തോട് താല്പര്യമില്ലല്ലോ ആൾക്കാരുണ്ടാകുക. ഒരു വിരക്തിയാണല്ലോ ഉണ്ടാകുക. ആ പറഞ്ഞത് ശരിയല്ലേ? ഇത് കേട്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അയാളെ ഞാൻ അറസ്റ്റ് ചെയ്തത് മോശമായി പോയി. അയാളെ തുറന്നു വിട്ടിട്ട് പറഞ്ഞു, ലൗലാ അലിയുൻ ലഹലക ഉമറു. അലി റളിയല്ലാഹു അൻഹു ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ കുടുങ്ങുമായിരുന്നു, ഉമർ കുടുങ്ങുമായിരുന്നു. ഈ വിഷയത്തിന്റെ നർമ്മവും മർമ്മവും അറിയാനുള്ള കഴിവില്ലേ? ആ കഴിവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആധാരമാക്കിയത്. അതുകൊണ്ടാ സഹോദരങ്ങളെ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് ഇണയാക്കി ചേർത്തു കൊടുത്തത്. നമ്മൾ കാണേണ്ട കാഴ്ചപ്പാട് ഞാനിവിടെ നീട്ടിപ്പറയാൻ കാരണം, ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ചർച്ചയാക്കി തന്നെ കൊണ്ടുവന്നിട്ടുണ്ടത്. ഒരു കുഫു വെക്കുന്ന വിഷയം പലരും പറഞ്ഞപ്പോൾ അതേ അതിന് ദീന് പരിഗണിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് മുന്നോട്ട് വെക്കേണ്ടത്. കാരണം അതിനാണല്ലോ ഏറ്റവും വലിയ മഹത്വമുള്ളത്. അതെ, വത്തഖിയുൽ മുഅ്മിനു അഫ്ളലു മിനൽ ഫാജിരിൻ നസീബ്. തറവാട്ടുകാരനായ നല്ല തറവാടിത്വമുള്ള തെമ്മാടിയെക്കാളും നല്ലത് മുഅ്മിനായ മുത്തഖിയായ പുരുഷനാണ്. ഈ ചർച്ചകൾക്ക് ഖുർത്തുബി ഇമാം അവസാനം പറയുന്നൊരു വാചകമാണത്, ഫഇദാ കാനാ തഖിയൈനി. രണ്ടുപേരും തഖ്വയുള്ളവരാണെങ്കിലോ ഫഹീന ഇദിൻ യുഖദ്ദമുൻ നസീബു മിൻഹുമാ. അപ്പൊ നീ തറവാടിന്റെ മഹത്വം നോക്കി മുന്തിച്ചോ. രണ്ടാളുകൾ വിവാഹാലോചന നടത്തി, രണ്ടും മുത്തഖീങ്ങളാണ്, രണ്ടും തഖ്വയുള്ളവരാണ്. പക്ഷേ ഒരാൾ ഒന്നുകൂടി ഗ്രേഡ് മുന്നിട്ട് നിൽക്കുന്നുണ്ട്, നല്ല തറവാട്ടുകാരനാണ്. എന്നാൽ അത്തറവാടും കൂടി പരിഗണിച്ച് നീ മുന്നോട്ട് വെച്ചോ.